തർക്കങ്ങളില്ലാതെ ഉഭയകക്ഷി ചർച്ചയൊക്കെ പൂർത്തീകരിച്ച് സീറ്റ് പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് UDF. 4 സീറ്റ് വിട്ടു നൽകാൻ ലീഗ് സന്നദ്ധമാണെങ്കിലും തിരികെ ലീഗിന് നൽകുന്ന സീറ്റുകൾ ഏത് എന്ന കാര്യത്തിൽ കോൺഗ്രസിന് തീരുമാനമായിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ ധാരണയായേക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ, ഇന്നത്തെ ആദ്യത്തെ വാർത്തയാണ്, വിവരങ്ങൾ നൽകാൻ അമൽ തേരമ്പറമ്പിലാണ് നമ്മുടെ കൂടെയുള്ളത്. അമൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലൂടെ നമ്മളങ്ങ് തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു UDF-ലെ സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് പുതിയ വിവരങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആർക്കൊക്കെ എവിടൊക്കെ ഏതൊക്കെ സീറ്റുകൾ എന്നുള്ള കാര്യത്തിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനം വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ പോകുന്നു ചർച്ചകൾ? ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. ലീഗ് 4 സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് തിരുവമ്പാടിയാണ്. തിരുവമ്പാടി വിട്ടു നൽകുമ്പോൾ തവനൂരാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ആ കാര്യം ഏകദേശം നടന്നേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടുള്ളത് കോങ്ങാടാണ്. കോങ്ങാട് നൽകുമ്പോൾ അവർ ചേലക്കരയാണ് ലീഗ് ചോദിക്കുന്ന സീറ്റ്. അപ്പോൾ കോങ്ങാട് വിട്ടു നൽകി ചേലക്കര നൽകാനുള്ള കാര്യത്തിൽ ഉള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുനലൂരിൻ്റെ കാര്യത്തിലാണ് പിന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. പുനലൂർ നൽകിയാൽ മറ്റേത് സീറ്റ് പകരം നൽകും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ചില ആശങ്കകളുണ്ട്. പ്രത്യേകിച്ചും ഇരവിപുരം സീറ്റാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇരവിപുരത്ത് മത്സരിക്കുന്നത് RSP ആണ്. അപ്പോൾ RSPയുമായി ഒരു ധാരണയുണ്ടായാൽ സ്വാഭാവികമായും പുനലൂർ സീറ്റ് വെച്ച് മാറാൻ കഴിയും. പക്ഷേ അപ്പോൾ RSPക്ക് ഏത് സീറ്റ് കൊടുക്കുമെന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അലട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ചടയമംഗലം സീറ്റാണ് അതിനായി പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ ചടയമംഗലം സീറ്റ് ലീഗിന് കൊടുത്ത ശേഷം പുനലൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു അന്തിമ ധാരണയിലേക്ക് അധികം വൈകാതെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുവായൂർ സീറ്റും അതോടൊപ്പം തന്നെ പട്ടാമ്പി സീറ്റും വെച്ച് മാറുന്ന കാര്യത്തിലുള്ള ചർച്ചകളും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. പ്രാഥമിക ധാരണകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ പുനലൂർ സീറ്റിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. കാരണം തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റ് എന്ന് പറയുന്നത് പുനലൂരാണ്. അപ്പോൾ പുനലൂർ കോൺഗ്രസിന് വിട്ടു നൽകുകയാണ് എങ്കിൽ പകരമൊരു സീറ്റ് ലീഗിന് എന്തായാലും കിട്ടിയേ പറ്റൂ. അത് ഏത് എന്നുള്ള കാര്യത്തിലാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. കളമശ്ശേരി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ DCC അധ്യക്ഷൻ ശ്രീയാസ് മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ലീഗ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിലവിലെന്തായാലും തയ്യാറായിട്ടില്ല. കളമശ്ശേരി സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ആലോചന നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ ചർച്ച എന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 സീറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ച സജീവമായി പുരോഗമിക്കുന്നു. കേരള കോൺഗ്രസുമായുള്ള ചർച്ചകളും കോൺഗ്രസ് നേതൃത്വം സജീവമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനോട് കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുണ്ട്. ആ 10 സീറ്റിൽ ഇത്തവണ എന്തായാലും മത്സരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. കുറച്ച് സീറ്റുകൾ വിട്ട് നൽകേണ്ടി വരും എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കുട്ടനാട്, ഇടുക്കി, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി അടക്കമുള്ള സീറ്റുകളിൽ ആണ് കോൺഗ്രസ് കണ്ണുവെക്കുന്നത്. അതിൽ ഒരു 3 സീറ്റെങ്കിലും തിരികെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. കേരള കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ മത്സരിച്ച് UDF-ന്റെ ഭരണത്തിലേക്കുള്ള വരവിനൊരു സാഹചര്യത്തിന് തടസ്സം നിൽക്കരുത് എന്നൊരു കാര്യമാണ് നേതൃത്വത്തെ അറിയിക്കുന്നത്, കേരള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റിലും മത്സരിക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെ കേരള കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകും, ഒരു വാശിപിടുത്തം ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവയ്ക്കുന്നത്. പൂജ.